അൽമായരുടെ കഷ്ടകാലങ്ങൾ വീണ്ടും തുടരുകയാണ്. ദയമ്പേരൂർ ഇടവകയിലെ സഭാ സ്നേഹികൾ തങ്ങളുടെ ന്യായമായ ചില വിശ്വാസ ആവശ്യങ്ങൾ അനുവദിച്ചു കിട്ടാനായി എറണാകുളം രൂപത ക്യൂരിയ ഉപരോധിക്കുകയാണ് ഇപ്പോൾ. നോമ്പുകാലത്ത് വെള്ളിയാഴ്ചകളിലും വലിയ ആഴ്ചയിലും ഓശാന, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ദുഃഖശനി, ഈസ്റ്റർ ഈ ദിവസങ്ങളിലും തിരുക്കർമ്മങ്ങൾ നടത്താനുള്ള അനുവാദം തരണമെന്നാണ് അവരുടെ ആവശ്യം. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം, വിവാഹം, മരണാന്ത ചടങ്ങുകൾ എന്നിവയ്ക്ക് പ്രൈവറ്റ് കുർബാനകൾ ചൊല്ലാനുള്ള അനുവാദവും നൽകണം. അത് ന്യായമായ ആവശ്യമാണ്. കാലാവധി കഴിഞ്ഞ പാരിഷ് കൗൺസിലും കൈക്കാരന്മാരെയും ഒക്കെ പിരിച്ചുവിട്ട് പുതിയ പാരിഷ് കൗൺസിലിനെയും കൈക്കാരന്മാരെയും ഒക്കെ നിയമിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു രൂപതയോട്. ഇടവക പൊതുയോഗം വിളിച്ച് ഇതുവരെയുള്ള വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുക, ജൂബിലി ഹാളിന്റെ നവീകരണത്തിനായി വാങ്ങിയ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള സാമഗ്രികൾ മഴയും വെയിലും കൊണ്ട് നശിച്ചു പോകാതിരിക്കാൻ അടിയന്തരമായി തീരുമാനമെടുക്കണം. അതും വിശ്വാസികളുടെ ആവശ്യമാണ്. ഉദയംപേരൂർ സുനഹദോസ് പള്ളിക്ക് വേണ്ടി നിലവിൽ വന്ന മീഡിയേഷൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടണം. ഇതാണ് വിമത പ്രവർത്തനങ്ങൾക്ക് എതിരായി അൽമായർക്ക് രൂപതയോട് ആവശ്യപ്പെടാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്. ചേരും പടിയേ ചേരുകയുള്ളൂ എന്നത് യാഥാർത്ഥ്യമാണ്. കന്നു ചെന്നാൽ കുന്നും കൂട്ടത്തിലാണ്. ദൈവിക ശക്തിക്കെതിരെ പൈശാചിക ശക്തികൾക്ക് ഒരിക്കലും വിജയം നേടാനാകില്ലെന്നത് അച്ചട്ടാണ്. ആ സത്യം അധികാര ഗർഭിണിടയിൽ മെത്രാന്മാർ മറന്നുപോയിരിക്കും. അതിനാലാണ് പൈശാചിക ശക്തികളായ വിമതരെ, ദേശവിരുദ്ധ തീവ്രവാദ ശക്തികളുമായി കൂട്ടുള്ള അതേ വിമതരെ ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് അവർ തോളിൽ കൈയിട്ട് കൊണ്ടു കിടക്കുന്നത് ഈ മെത്രാന്മാർ. പിതാക്കന്മാരുടെ ദുർവിധി എന്നല്ലാതെ എന്ത് പറയാൻ? കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വാസ സമരം നടക്കുന്നു. അതിനെതിരെ പാമ്പ്ളാനി പിതാവ് കോടതിയിൽ ചെന്ന് പറഞ്ഞ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം എന്താണ്? ഇവരെല്ലാം സഭാവിരുദ്ധരാണെന്നാണ്. യഥാർത്ഥ അൽമായരെ, വിമതരല്ലാത്ത വിശ്വാസികൾ സഭാവിരുദ്ധരാണെങ്കിൽ വിമതരെ എന്ത് വിളിക്കും? എന്താണ് ഇതിനു മുമ്പ് വിളിച്ചിരുന്നത്? ഒന്നും വിളിച്ചിരുന്നില്ല. ഇപ്പോഴും വിമതരുടെ തോൾ കൈട്ട് നടക്കുന്ന സഭാ നേതൃത്വം. കഴിഞ്ഞ കാലങ്ങളിൽ വിമതർ സഭാ നേതൃത്വത്തെ തെരുവിൽ താറടിച്ചു കാട്ടിയതും കോലം കത്തിച്ചതും അക്രമങ്ങൾ തുടരെ നടത്തിയതും കയ്യേറ്റങ്ങൾ തുടരെ ചെയ്തു വന്നതുമൊക്കെ പിതാക്കന്മാർ മറന്നുപോയി തോന്നും. എന്നിട്ട് യഥാർത്ഥ വിശ്വാസികളെ ഏകീകൃത കുർബാന ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനാ സമരം നടന്ന യഥാർത്ഥ വിശ്വാസികളെ സഭാവിരുദ്ധരെന്നും ഗുണ്ടാ തലവന്മാരെന്നും ഒക്കെ വിളിച്ച് ആ വിശേഷണമുണ്ടല്ലോ, അത് പിതാക്കന്മാർക്ക് ചേർന്നതാണോ? അതുകൊണ്ടാണ് ഇപ്പോൾ രൂപതയുടെ മുന്നിൽ വീണ്ടും ഇതാ ഓരോ ഇടവകക്കാരായി ഉപരോധമായി മുന്നോട്ട് വരുന്നത്.